നമുക്കൊരു തിയറം പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു തിയറാണ് പഠിക്കാൻ പോകുന്നത്. ലിമിറ്റില്ല. തിയർ ഇതാണ്: ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. ഈ തിയറം ബൈ ഹാർട്ടാക്കി വെക്കാം. ഒന്നുകൂടി വായിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് ഇത് എക്സാമിന് വരില്ല ഇതിൻ്റെ പ്രൂഫ്. അതുകൊണ്ട് ഇത് എങ്ങനെ വന്നതെന്നുള്ളത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാനിതിനൊരു 2 എക്സാമ്പിൾ തരാം, ശ്രദ്ധിച്ചിരിക്കണം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 എക്സ് റേസ് ടു 4 മൈനസ് 81 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. നമുക്കിത് പെട്ടെന്ന് ചെയ്യണം. ഒരു കാര്യം ആദ്യമേ തന്നെ പറയാം, എക്സിന് 3 ഡയറക്റ്റായിട്ട് കൊടുത്താൽ കിട്ടില്ല. എങ്ങനെ മനസ്സിലായി? എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 0/0 വരും. ഇത് ഈ ഫോമിൽ തന്നെയല്ലേ എന്ന് നോക്കിയേ. അതെ, ഞാനപ്പോൾ ഒരു സ്റ്റെപ്പ് എഴുതി കാണിച്ചു തരാം. ഒരു എക്സാമ്പിളാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 എക്സ് റേസ് ടു 4 മൈനസ് 81നെ നമുക്ക് 3 റേസ് ടു 4 എന്ന് എഴുതാമല്ലോ. ശരിയാണോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഇവിടെ റേസ് ടു 4 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും റേസ് ടു 4 തന്നെ വരണം. ഈ തിയറത്തിലായത് ആ പ്രത്യേകത അല്ലേ. ഇവിടെ റേസ് ടു n ആയപ്പോൾ ഇവിടെയും റേസ് ടു n. ഇവിടെ റേസ് ടു 4, ഇപ്പോൾ 81ന് 3 റേസ് ടു 4 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 81 താഴെ എക്സ് മൈനസ് 3 ആണ്. അപ്പോൾ ഫോർമുല പ്രകാരം n ഇൻറ്റു ഫോർമുല എഴുതിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കൺഫ്യൂഷൻ വരില്ലല്ലോ. ആ ഫോർമുല എഴുത്. ഇത് കറക്റ്റ് എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഫോമിലാണ്. ആ ഫോർമുല എഴുതിയിട്ട് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറാണ്, മാറിപ്പോവില്ലല്ലോ. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ 4, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. ആ അപ്രോച്ച് ചെയ്യുന്ന നമ്പർ ഇല്ലേ, അതാണ് എ. n എന്ന് പറഞ്ഞ പവർ. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ഫോർമുല എഴുതുക, എന്നിട്ട് വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ n എന്ന് പറഞ്ഞ പവറാണ്, അത് 4 ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്, ആ അപ്രോച്ച് ചെയ്യുന്ന നമ്പർ ഇല്ലേ. n പറഞ്ഞു 4 ആണെന്ന്. n ഇൻറ്റു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പുകളൊന്നും എഴുതില്ല, പെട്ടെന്ന് എഴുതാൻ പറ്റും. n ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 4 ഇൻറ്റു 3 ക്യൂബ് വരും. 108 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയല്ലോ ഇത്?